നമസ്കാരം. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിച്ചിരുന്നു. കാരണം എന്താണ്? വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടത് പോലീസ് ഒത്തുകളിച്ചതുകൊണ്ടാണ് എന്നാരോപിച്ചായിരുന്നു മഹിളാ മോർച്ചക്കാരുടെ സമരം. വിധി വന്നിട്ട് 3-ാം ദിവസമാണ് മഹിളാ മോർച്ചക്കാർക്ക് പ്രതിഷേധിക്കാൻ തോന്നിയത്. ഇതുവരെ അവർ എന്തുകൊണ്ടാണ് നിശബ്ദരായിരുന്നത്? വെള്ളിയാഴ്ച നവകേരള സർക്കിട്ടിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴ ജനറൽ ആശുപത്രിക്കടുത്ത് വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. ആ സംഭവം യൂത്ത് കോൺഗ്രസിന് വലിയ തോതിലുള്ള ജനപിന്തുണ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, അതിരൂക്ഷമായിട്ടുള്ള രോഷമാണ് പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും നേർക്കുണ്ടായത് പൊതുജനങ്ങളിൽ നിന്നും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നവകേരള സർക്കിട്ട് തുടങ്ങിയതിൽ പിന്നെ യുവമോർച്ചക്കാരോ BJP-ക്കാരോ പിണറായി വിജയനോ സർക്കാരിനോ എതിരെ പ്രതിഷേധം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഓരോ ദിവസവും പ്രതിഷേധം നടത്തിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. ഇക്കഴിഞ്ഞ ബുധനാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ച പ്രതിഷേധം നടത്തിയിരുന്നു. ശബരിമലയിൽ ഭക്തർക്കെതിരെ നടത്തുന്ന ക്രൂരതകളിൽ പ്രതിഷേധിച്ചായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. കേരളത്തിലെ എത്ര BJP നേതാക്കൾ നവകേരള സർക്കിട്ടിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്? ഇല്ല. ഇന്നലെ DGP-യുടെ ഔദ്യോഗിക വസതിയിലേക്ക് മഹിളാ മോർച്ച നടത്തിയ മാർച്ച് തന്നെ യൂത്ത് കോൺഗ്രസിന് കിട്ടിയ സഹതാപ തരംഗവും വീരപരിവേഷവും ഇല്ലാതാക്കാനായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് 7-8 മഹിളാ മോർച്ച പ്രവർത്തകർ തള്ളിക്കയറുന്നു. ഏകദേശം 1 മണിക്കൂറോളം അവരെ നീക്കം ചെയ്യാൻ കഴിയാതെ പോലീസ് നിസ്സഹായരായി നിൽക്കുന്നു. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഇതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ എങ്ങനെ തെറ്റുപറയാൻ കഴിയും? വണ്ടിപ്പെരിയാർ കേസിലെ വിധി വന്ന ദിവസമായിരുന്നു ഈ പ്രതിഷേധമെങ്കിൽ അതിനൊരു ന്യായമുണ്ടാകുമായിരുന്നു. അന്നും പിറ്റേന്നും കഴിഞ്ഞ് 3-ാം ദിവസം നടത്തിയ പ്രതിഷേധം മറ്റെന്തോ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല BJP നേതാക്കൾക്കും ഈ നീക്കത്തിൽ അമർഷവും അതൃപ്തിയുമുണ്ട്. പിന്നെ ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് മഹിളാ മോർച്ച DGP-യുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തിയത്? കേരളത്തിലെ KJP നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ചാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലേക്കോ പോലീസ് ആസ്ഥാനത്തേക്കോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കോ ആണ് പ്രതിഷേധം നടത്തിയിരുന്നതെങ്കിൽ അതിൽ സംശയിക്കത്തക്കതായി ഒന്നുമില്ലായിരുന്നു. ഇതങ്ങനെയല്ല. ഒന്നാമത്, വിധി വന്ന് 3-ാം ദിവസം പ്രതിഷേധം നടത്തിയത്. രണ്ടാമത്, പതിവ് സമരയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതി പ്രതിഷേധത്തിനായി തിരഞ്ഞെടുത്തത്. ഈ 2 കാരണങ്ങൾ കൊണ്ടും ഇന്നലെ മഹിളാ മോർച്ച നടത്തിയ മാർച്ചിനെ സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. കേരളത്തിൽ BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര സജീവമാണെന്നുള്ള കാര്യം പരസ്യമായൊരു രഹസ്യമാണ്. കാരണം സർക്കാരിനെതിരെ ആയുധമാക്കാൻ കഴിയുമായിരുന്ന പല സന്ദർഭങ്ങളും BJP-യോ യുവമോർച്ചയോ നേരാംവണ്ണം വിനിയോഗിച്ചില്ല. ലാവ്ലിൻ കേസിൻ്റെ കാര്യം തന്നെ നോക്കൂ. 1ഉം 2ഉമല്ല, 37 തവണയാണ് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസ് നീട്ടിവെച്ചത്. അതുപോലെ തന്നെയാണ് കേരളത്തിലും. സുരേന്ദ്രൻ പ്രതിയായ തെരഞ്ഞെടുപ്പ് കോഴക്കേസും ശബരിമല കേസുമൊക്കെ ഇടയ്ക്കിടെ പൊങ്ങി വന്നതിനേക്കാൾ വേഗത്തിൽ താഴുകയും ചെയ്യും. ഇതെല്ലാം നാടകമാണ്. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ വെറും കാഴ്ചക്കാർ മാത്രം. കണ്ടിരിക്കുകയേ നിർവാഹമുള്ളൂ. പിന്നെ ജീവനുള്ളിടത്തോളം കാലം പ്രതികരിക്കാനും.